ഉണ്ടായ അമ്പാടി പച്ചമുളക് കാന്താരി ഓ അമ്പാടി അജയ് രേവതി ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഈവനിങ് വ്ളോഗ് പോലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഒരു 3-4 ദിവസം ഞാൻ കിടപ്പിലായതായിരുന്നു ഗൈസ്. എനിക്ക് തണുപ്പൊക്കെ പിടിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഫേസിൽ നോക്കി കാണാം, എനിക്ക് ശരിയായിട്ടൊന്നുമില്ല, സൗണ്ടൊക്കെ അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, എന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് വോയിസ് ശരിയായിട്ടില്ല. അത്രയും കഫക്കെട്ടും ചുമയും പനിയും ഒക്കെ പിടിച്ച് 3-4 ദിവസം ഞാൻ കെട്ടന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇങ്ങനെ കിടന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിലില്ല. ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെയാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ എനിക്ക് തിരിച്ചു പോകണം. കാരണം നാളെ വൈകുന്നേരം നൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽത്ത് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി ഓക്കെ അല്ല, എന്നാലും ഡ്യൂട്ടി എടുത്തല്ലേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ നൈറ്റ് എനിക്ക് കയറാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സിക്ക് ലീവ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. അപ്പോൾ ഞാനൊന്ന് സെറ്റായി വന്നേ പിന്നെ ഞാൻ എന്തായാലും അച്ചാച്ചനെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയേ പിന്നെ ഒന്ന് ചെന്ന് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വെച്ചു എന്തായാലും ഡിസ്ചാർജൊക്കെ ആയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന്. അങ്ങനെ ഞാനിത് അമ്പാടീനെയൊക്കെ കൂട്ടിയിട്ട് ഇന്ന് രാവിലെ വന്നായിരുന്നു. ഏട്ടൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഒരു ഉച്ചയാകുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലായിരുന്നു, തറവാട്ടിലല്ല. അച്ഛനും അമ്മമ്മയും ഉള്ളു. സുഖമില്ലാത്ത കാരണം മാമൻ്റെ കൂടെയായിരുന്നു കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ പോയി ഞങ്ങളെല്ലാവരെയും കണ്ടു. അമ്മയും ഞാനും ശ്രീമോളും അമ്പാടിയും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3:30 ആകുന്നപ്പോഴത്തേക്കും തിരിച്ചെത്തിയും തോന്നും വീട്ടിലോട്ട്. ഇന്നിപ്പം വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. കുറേ നാളായി അമ്പലത്തിലൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. August 31 കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അമ്പലത്തിൽ പോകണം എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് ഉച്ചയ്ക്ക് നേരത്തെ പോയിട്ട് വൈകുന്നേരം ആകുന്നപ്പോഴത്തേക്ക് തിരിച്ചെത്തി. അങ്ങനെ ഒരു 4 മണിക്കാണ് പെട്ടെന്ന് എനിക്കൊരു മനസ്സിലൊരു ബോധോദയം ഉദിച്ചത്, ഒരു ഈവനിങ് വ്ളോഗ് പോലെ എടുത്താലോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അമ്മേനെ കുത്തിപ്പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ തലയൊക്കെ നോക്കിക്കുമായിരുന്നു. തലേ നോക്കാൻ കാര്യമായിട്ട് പേനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒരു മനസ്സുഖമാണ്. എനിക്കിങ്ങനെ തല മസാജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴേ അമ്മേനെ ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അമ്മയാണെങ്കിൽ എണീറ്റ് പോകാൻ നോക്കിയായിരുന്നു. ഞാൻ പിടിച്ച് അവിടെ ഇരുത്തി കുറച്ച് സമയം തലയൊക്കെ നോക്കിച്ചു. അതിനുശേഷം അമ്മ ഇതാ വിറകൊക്കെ നമ്മുടെ ടെറസിലോട്ട് ചാടുമായിരുന്നു കേട്ടോ. പച്ചമുളക് കുറേ കാലത്തിന് ശേഷം അമ്മ ഇത് കാണുന്നത്, പേടി ഉണ്ടാവില്ല. പച്ചമുളക് ഉണ്ടായ അമ്പാടി പച്ചമുളക് കാന്താരി മുളക് ഉണ്ടായണ്ട. ഓ അപ്പുറത്തുണ്ടായിട്ടുണ്ട്. കാന്താരി വെള്ളയുണ്ട് പച്ചയുണ്ട്. ഇതിനകത്തെ അടിക്കരു മുത്തേ അടിയിട്ടു. ഓ വൈകുന്നേരം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ കാണാൻ പ്രദേശത്ത് എങ്ങും കാണത്തില്ല കേട്ടോ. അമ്മേൻ്റെ ജോലികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിരിക്കും. അമ്മമ്മേൻ്റെ റോസപ്പൂ ഉണ്ടാകുന്നുണ്ടാ, മുട്ടിട്ടാണ്ടാ. മമ്മീനെ വീഡിയോ എടുക്കുന്നു. വെള്ളം ഉണ്ടല്ലോ അല്ലേ? ഇനി എത്ര പടയാ? 2 പടയാ? കുളിപ്പിക്കാനല്ലേ അവയാ? എന്നിട്ട് അങ്ങനെയല്ല, തല കഴണോ? അതു ഡ്രസ്സ് അയക്കണ്ടേ?
അമ്പാടിക്ക് ഈടിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എന്താ പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അതൊക്കെ മെയിനായിട്ട് ഇപ്പം അംഗനവാടിയിലൊക്കെ പോയി തുടങ്ങിയ കാരണം 2 ദിവസം പോയി 3-ാമത്തെ ദിവസം പനിയോ ജലദോഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നൈസായിട്ട് വരും കേട്ടോ. അങ്ങനെ അവൻ്റെ 2 ദിവസമായി തല കഴുകിയിട്ട് അങ്ങനെ ഇന്നാണ് തല കഴുകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു, അതായത് പനിക്കോ വല്ല കഫക്കെട്ടോ പിടിക്കുമോ എന്നുള്ളത്. കാരണം ഈ ഒന്നാമത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ, വെള്ളത്തിനൊക്കെ ആണെങ്കിലും വയൽ ഏരിയ കൂടെ ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് പേടിച്ചുകൊണ്ടാണ് തലയൊക്കെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു പെട്ടെന്ന് ചൂടുവെള്ളത്തിലൊന്ന് എന്താ പറയുക കുളിപ്പിച്ചെടുക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിച്ച് മാറ്റിയതിന് ശേഷം വേണം എനിക്ക് ഓടി പോയിട്ട് ഒന്ന് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അമ്മ ഇത് നല്ലപോലെ തേച്ചുരുമ്മി കുളിപ്പിക്കുമായിരുന്നു അമ്പാടിനെ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, അമ്മേൻ്റെ കൂടി വേഗം പോയി. ഇടയ്ക്ക് ഇങ്ങനെ കുറേ എന്താ പറയുക ഗ്യാപ്പൊക്കെ ഇട്ട് ഞാൻ വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോഴാണെങ്കിൽ അമ്മമ്മ കുളിപ്പിച്ച് തരും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കരയും കേട്ടോ. അമ്മ കുളിപ്പിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു മൂപ്പര്. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ട് തോർത്തുമുണ്ടൊക്കെ എടുത്ത് അതിലൂടെ ഇതിലൂടെ നടപ്പായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തോർത്തട്ടെ എന്നും പറഞ്ഞിട്ട് തോർത്തൊക്കെ മേടിച്ച് തോർത്തുമായിരുന്നു. അങ്ങനെ തലയൊക്കെ തോർത്തി കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് വേറെന്തൊക്കെയോ സ്നാക്സൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം സന്ധ്യ ആവാറായല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുൻപേ ഇപ്പോൾ ഒത്തിരി സമയമുണ്ട്. അപ്പോൾ പിന്നെ ചോറ് കൊടുത്തിട്ടൊക്കെ പോകാമെന്ന് കരുതി. പക്ഷെ അവൻ അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ചോറ് ഒപ്പിച്ച് എന്ത് കാണിച്ചിട്ടാണെങ്കിലും കുഞ്ഞ് കഴിക്കുന്നില്ല എന്നുള്ള തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാനത് മാറ്റി വെക്കേണ്ട സ്ഥിതിയായിരുന്നു. ഞാൻ മുറ്റത്തൊക്കെ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഫോണിൽ വീഡിയോ കണ്ടിട്ടാണെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു. ഇന്ന് അത് പോലും തിരിഞ്ഞു നോക്കിയില്ല, വേണ്ടാന്നുള്ള മട്ട് തന്നെയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ. ഏത് അമ്പാടിന്റെ ഡ്രസ്സ് വണ്ണാനല്ലേ? വണ്ണായ 8 കാലി വണ്ണാൻ. മോൻ വണ്ണാൻ എന്ന് പറയില്ലേ? മുത്തേ വണ്ണാൻ. നീ എന്താ ചോറ് തിന്നാത്തെ? ചോറ് തിന്നാത്ത എന്താ? ചോറ് വണ്ണാൻ. ഇത് ചോറ് തിന്നിക്കില്ലെങ്കിൽ വണ്ണാൻ മോനെ കടിക്കും. ഇങ്ങനെ തിന്നു. വണ്ണാൻ. ചോറ് വേണ്ട അമ്പടിക്ക്? എന്താ വേണ്ടാത്തെ? അമ്മ പോയി കുളിക്കട്ടെ? അമ്മ കുളിച്ചിട്ടെ നമുക്ക് അമ്പലത്തിൽ പോവാ. വീണ് പോയാ? വടി വീണ് പോയി? എന്നാ എടുത്തിട്ട് വാ. നമ്മ പോയി കുളിക്കട്ടെ? അതോ വെള്ളം വേണോ? എന്നാ കുടിക്ക്. നീ എന്താ ചോറ് തിന്നാത്ത? ചോറ് എടുപ്പിച്ചിട്ട് എന്നാ ഇവിടെ അമ്മമ്മ എൻ്റെ അടുത്തിരുന്നോളെ. ഹായ് ഗായ്സ്. അപ്പോൾ അമ്പടിക്ക് ചോറ് കൊടുത്തിട്ടാണ് ഒരു പിടി പോലും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അച്ചാച്ചനെ കാണാൻ പോയ പിന്നെ അവിടെ നല്ലപോലെ ബിസ്ക്കറ്റൊക്കെ തട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചോറ് ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിലൊക്കെ പോകണം. അതിനു മുമ്പ് പോയിട്ടൊന്ന് കുളിക്കട്ടെ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകണം ഒരു 5:30 ആകുമ്പോഴത്തേനും. അത് കഴിഞ്ഞ് വന്നിട്ട് ചോറ് കൊടുക്കണം. ഓ ഇത് മീനാ? അയ്യോ, മീനെന്താ ഇങ്ങനെ കിടക്കുന്നേ? കാറ്റ് കഴിഞ്ഞ മീനാ? വീണ് പോയില്ല? അമ്മ പോയി കുളിച്ചിട്ട് വന്നു. പോവേ മോൻ ഇവിടുന്ന് കളിച്ചോ. വരുന്നമ്മേ. കാറ്റില്ല അല്ലേ? അച്ചാച്ചനോട് പറ കാറ്റില്ലാന്ന്. കാറ്റില്ല, മീൻ്റെ കാറ്റ് പോയി എന്ന് പറ. അച്ചാച്ചൻ അതയ്യാത്ത് കിടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അച്ചാച്ചൻ്റെ അടുത്തൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ വന്ന് കയറിയ ഒരു 3:30-4 മണി ആ സമയത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേനും ശ്രീമോളോട് പോയിട്ട് അമ്മ കുളിച്ചോളെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മേൻ്റെ 1-2 ചൊറിഞ്ഞ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അമ്മ ഓടിപ്പോയി കുളിച്ചു. ഞാനും ഇതാ കുളിയൊക്കെ കഴിഞ്ഞു. അമ്പാടിൻ്റെ കുളി കഴിഞ്ഞു. അവൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് കൊടുക്കാന്നുള്ള രീതിയായിരുന്നു, വേറെ വഴിയൊന്നുമില്ല. അവൻ്റെ പുറകെ കുറേ നടന്ന ഒരു രക്ഷയില്ലാന്ന് തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഇതാ മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ് ഷെയ്ഡും ഇട്ടു. പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അത്രയൊക്കെയുള്ള ഒരു
സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. മേക്കപ്പ് എന്ന് പറയാനില്ല, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, കാരണം തോർത്ത് മുണ്ടൊക്കെ എടുത്തിരിപ്പുണ്ട്. അപ്പോൾ മുടി ആറിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും അമ്പാടിയും ശ്രീമോളൊക്കെ സെറ്റായി നിൽപ്പുണ്ട്. അമ്പലത്തിലിടാനുള്ള പൈസയൊക്കെ അച്ഛൻ അമ്പാടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോക്കറ്റിലേക്ക് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറക്കാമെന്നുള്ള പ്ലാനായിരുന്നു. കുറേ സമയം അമ്പാടി ഇത് കണ്ണാടിയൊക്കെ പിടിച്ച് അതിലേക്ക് നോക്കിയിരിക്കുകയും കഥ പറച്ചിലുമായിരുന്നു ശ്രീമോളെടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഗേറ്റ് കടന്ന് അവിടുത്തെ ഫുള്ള് ചളി വെള്ളമാണ് കേട്ടോ. കാരണം മഴയൊക്കെ പെയ്ത് അവിടെയൊക്കെ റോഡിലൊക്കെ ആണെങ്കിൽ വെള്ളം കിടപ്പുണ്ടായിരുന്നു. അമ്പാടിൻ്റെ കാല് ഇച്ചിരി വെള്ളമായി, ചളിവെള്ളമായി എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും ബീച്ചിലും ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോകുന്ന വഴിക്ക് നമ്മൾ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ പോയി കാലൊക്കെ കഴുകി എന്നിട്ട് തുളസിക്കതിരൊക്കെ തലയിലൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെയുള്ള ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുന്നുമക്കര ടൗണിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. അമ്പാടിയും ശ്രീമോളും അമ്മയും ഒക്കെ കുറച്ച് അങ്ങോട്ട് മാറി നിന്നു. ഞാൻ ഓടിപ്പോയി എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. നമ്മളിത് ഒരു 5:45 ആയിട്ടുണ്ടാവും തോന്നും. ക്ഷേത്രത്തിലോട്ട് പോവാണ്. അജയ് രേവതി അച്ഛണ്ടായിരുന്നു ഊര് നാളെ സ്റ്റോക്ക് എടുക്കാം. ആ ഡോക്ടർക്കാരൻ ദിവസം വെച്ചോളി ഇനി പൈസ നമുക്ക് ഇവിടെ ബോർഡെല്ലാം അത് നാളെ ആക്കാം. മഴെല്ലാം മാറിയില്ല. ഇന്നിപ്പോൾ ഏട്ടൻ്റെ പിറന്നാളാണ് ഓഗസ്റ്റ് 31 കേട്ടോ. അപ്പോൾ അതും പ്രമാണിച്ചും അല്ലാണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായി വീട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എല്ലാവരുടെ പേരിലും നമ്മൾ പുഷ്പാഞ്ജലി, ഞങ്ങൾ 7 പേരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ ലിസ്റ്റൊക്കെ റെഡിയാക്കി അതൊക്കെ അമ്പലത്തിൽ കയറി നമ്മൾ തൊഴുതു, അവിടെ കൊടുത്തു. അതിനുശേഷം പ്രദക്ഷിണമൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. നൈസായിട്ട് ഇങ്ങനെ പൊടിപൊടിയായിട്ട് മഴ ഇങ്ങനെ പാറുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇതാണ് എൻ്റെ വീട്ടിനടുത്തുള്ള ഏളമ്പങ്കോട്ട് ശിവക്ഷേത്രം കേട്ടോ. ഞാൻ പണ്ട് മുതൽ എൻ്റെ കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ശിവക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ കുളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ അവിടെയൊക്കെ നൈസായിട്ട് ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇറങ്ങാനൊക്കെ പേടിയാണ് കേട്ടോ തന്നെ. അങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു, പ്രസാദമൊക്കെ മേടിച്ചു, അതൊക്കെ കഴിച്ചു, ചന്ദനമൊക്കെ തൊട്ടു. അതിനുശേഷം നമ്മളിതാ ഒരു സന്ധ്യാസമയം കഴിഞ്ഞ ഒരു 6:30 ആയിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്, നേരെ അതിന് വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ അമ്പാടീനെ എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പതുക്കെ വീട്ടിലോട്ട് നടന്ന് കയറുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയപാട് പിന്നെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ചായയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ചായ വെക്കാൻ നോക്കുമായിരുന്നു. അപ്പോഴത്തേനും അച്ഛൻ കിഴങ്ങൊക്കെ വെട്ടിയിട്ട് നമുക്ക് ഇന്നിപ്പം എന്താ പറയുക കോഴിക്കാലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ തത്രപ്പാടിലായിരുന്നു. അമ്മയും അച്ഛനും അടുക്കളയിലോട്ടാണുള്ളത്. അപ്പോൾ ഞാനിത് ന്യൂസൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നു. അപ്പോഴത്തേനും അമ്മ ഇതാ കോഫിയൊക്കെ ഇടുവാണ് കേട്ടോ. ചായ ഞാൻ ഒട്ടും കുടിക്കത്തില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഇതേപോലെ കോഫിയൊക്കെ കുടിക്കും, വല്ലപ്പോഴും. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമേ അല്ല കേട്ടോ. പിന്നെ ഹോർലിക്സും വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്നാലും ഇപ്പോൾ കോഫി ഇഷ്ടമാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അമ്മ ഇതാ കോഫിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് ഏതാ ബ്രാൻഡ് എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിലേ ഈ ചായ കുടിക്കുന്ന പതിവ് എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം, മീൻസ് പർവ്വത്തോട്ട് വന്നേ പിന്നെ എനിക്ക് ചായ ഇവിടെ വീട്ടിൽ ആരും കുടിക്കത്തില്ല. വേറെ കാര്യം, വല്ലപ്പോഴും വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ അമ്മയും അച്ഛനും ചായ പ്രിയന്മാരാണ്. അതായത് ചായ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിക്കുമോ എന്തെങ്കിലുമൊക്കെ വേണം, അവർക്ക് ചായയായിട്ട് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പം ഞാനുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എന്തായാലും ഞാൻ മറ്റേ ചായ ഒന്നും കുടിക്കത്തില്ല. അതുകൊണ്ട് അമ്മ കോഫി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും, ശ്രീമോളുണ്ട് തൊട്ടപ്പുറത്ത്, പിന്നെ ഞാൻ ഇപ്പുറത്ത് ഇരിക്കുന്ന കാരണം വീഡിയോ അവൾ എന്താ പറയുക കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയും അച്ഛനും അമ്പാടിയും ഒക്കെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഫിയും അതേപോലെ കോഴിക്കാലും പിന്നെ എന്തൊക്കെയോ ബേക്കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം എടുത്തു കഴിഞ്ഞാൽ അമ്പാടി ഈ കോഴിക്കാലൊന്നും കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ പഴം കൊടുത്ത് അമ്പാടി കഴിക്കത്തില്ല. ചെറുപ്പത്തിലൊക്കെ പുഴുങ്ങിയിട്ടും അല്ലാണ്ട് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് കൊടുത്തു, കല്ലിലൊക്കെ ഇട്ട് സെറ്റാക്കുമായിരുന്നു. അതൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ. അങ്ങനെ കോഴിക്കാലൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് കണ്ടാൽ പിന്നെ കേക്കൊക്കെ വാരി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്പാടി ഭയങ്കര
കുറുമ്പാനാണ് കേട്ടോ. ഈ ബേക്കറിയൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് മൂപ്പർക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ടി വി ഒക്കെ നോക്കിക്കൊണ്ടാണ് ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന ചായ ഈ ഒരു സമയം ഒരു 7-7:30 ആ സമയത്തിനുള്ളിൽ ചായ നിർബന്ധമാണ് കേട്ടോ. പിന്നെ ടി വിയോ ന്യൂസോ എന്തെങ്കിലും സീരിയലോ, പിന്നെ അമ്മ അച്ഛനൊക്കെ ചുമ്മാ ഇരിക്കുന്നതല്ലേ, വേറെ ആരുമില്ല. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് സ്ട്രീമുകളുണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പാടീൻ്റെ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പാടി അവിടുന്ന് ഇവിടുന്നൊക്കെ കളിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനും അച്ഛനൊക്കെ കൊനാലി ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശ്രീമോൾ കുറേ പേപ്പർ കൊണ്ട് ഓരോന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ചെറിയ തോണിയും വലിയ തോണിയും. അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ സമയം എനിക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ച് കാണിച്ചിരുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവൾ വീട്ടിൽ നിന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ കൊനാലി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എപ്പോഴാണ് അജറ്റ് ഇപ്പോൾ തീരെ വിടുന്നില്ല കേട്ടോ വീട്ടിലോട്ട്. വല്ലപ്പോഴും ഇങ്ങനെ ആണ്ടിലും കൊല്ലത്തിലും എന്ന് പറഞ്ഞ പോലെ 1-2 ദിവസം, മാസത്തിൽ 1-2 ദിവസങ്ങളൊക്കെ വന്നാലായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ വരാറുള്ളൂ. പിന്നെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഒക്കെയാണ്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സോഫയിൽ അങ്ങ് ചാഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ഫോണിൽ. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10:30 ആ സമയത്തൊക്കെ ഉറങ്ങാൻ കിടക്കത്തുള്ളൂ കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും എന്താ പറയുക 9-10 മണിയുടെ ഒന്നും കിടക്കില്ല. എന്തായാലും ഒരു 11:30 മിനിമം ഒക്കെ പോവും. വീശ് ചൂടെടുത്തിട്ട് വീശി വിളിക്കേ അച്ചാച്ച ഓങ്ങുന്ന. വേറെന്തെല്ലാം മോനുണ്ടാക്കിയ? ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഏട്ടന് ലീവായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ഫോണിൽ ബോട്ടിമിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം. ടാറ്റാ, ബൈ ബൈ.